അതിരടി റിട്ടൺ ആൻഡ് ഡയറക്ടർ ബൈ അരുൺ അനിരുദ്ധ്. ബേസിലും ടോവിനെ ഒന്നിക്കുന്ന സിനിമ. വിനീത് ശ്രീനിവാസൻ ഈ സിനിമയുടെ ഒരു ഭാഗമാണെന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കിതിന്റെ പ്രതീക്ഷ ഭയങ്കര ഇങ്ങനെ ഹൈപ്പ് കയറി എങ്ങോട്ട് ഇത് എന്ന് പറയുന്ന പോലെയാണ്. മാത്രമല്ല റീസെന്റ് ഈ പടത്തിന്റെ ഇന്റർവ്യൂസ് എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ കൊലത്തൂക്കായിരുന്നു. അപ്പോൾ ആ ഇന്റർവ്യൂവിൽ കണ്ടൊരു വൈബ് നമ്മൾ എന്തായാലും തിയേറ്ററിൽ ചെല്ലുമ്പോഴത്തേക്കും പ്രതീക്ഷിക്കും. പടം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഓക്കെ പടം. വലിയ മെച്ചമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ മെച്ചമുണ്ടെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ പടം കൊള്ളാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിരിക്കാം, കൊള്ളാവുന്നൊരു പടമായിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഈ പടത്തിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ വേർതിരിച്ച് പറയുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം പറയാം. ഇപ്പൊ റീസെന്റ് ഒരു പടം വമ്പൻ ഹിറ്റ് ആവുകയാണ്. അപ്പോൾ ആ വമ്പൻ ഹിറ്റ് ആകുമ്പോഴത്തേക്കും ആ പടത്തിലെ ഒരു മെയിൻ ഒരാളെ പിടിച്ച് ഒരു ക്യാമിയോ ചെയ്യിപ്പിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് കാലമായിട്ട് ഈ ചില നടന്മാരുടെ ഡയലോഗ്സ് ഒക്കെ ഭയങ്കര ഹിറ്റായിരിക്കും. ഇപ്പോൾ ബബ്ബയിൽ കണ്ടാണ് ദേവേട്ടൻ്റെ ഒരു ഡയലോഗ് ബബ്ബയിൽ പോയി പറയിപ്പിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ശാന്തിപിള്ള ദിനേശ് അവരൊക്കെ ഈ സിനിമയുടെ ഭാഗമാണ്. അപ്പം അവരൊക്കെ നാഴിക ശർക്കൻ ഈ സാധനമൊക്കെ പറയിപ്പിക്കുക. ഇത് ഓൾറെഡി 1-2 സിനിമയിൽ വന്നു കഴിഞ്ഞു. ഒന്ന്, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഈ സാധനം കുറേ കണ്ട് നമുക്കിത് രജിസ്റ്റേർഡ് ആണ്. അപ്പോൾ വീണ്ടും പുതിയ ഇറങ്ങുന്ന സിനിമയിൽ ആ ഡയലോഗ് പറയിപ്പിക്കാൻ വേണ്ടി മാത്രം അവരെടുത്ത് പ്ലേസ് ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് കടന്നു കഴിയാണ്. കാരണം ഇനിയെങ്കിലും അങ്ങനെ ചെയ്യിപ്പിക്കരുത്. കാരണം നമുക്കത് ഇനി അത് നമ്മൾ കാണുമ്പോൾ ബോർ അടിച്ചു തുടങ്ങും. അതുകൊണ്ട് അത് ഞാൻ തുടക്കത്തിലൊന്ന് പറഞ്ഞു മാത്രം. ഇനി പടത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും പടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പെർഫോമൻസ് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ ബേസിലെ പെർഫോമൻസ് കൊള്ളാം. ടോവിന് വരുമ്പോഴത്തേക്കും ടോവിനോടൊരു ഒരു സ്പെഷ്യൽ പരിപാടി, ടോവിന് അങ്ങനെ എപ്പോഴും ചെയ്യുന്ന മീറ്ററിൽ നിന്ന് മാറിയിട്ടൊരു സാധനം, അതും കൊള്ളാം. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് പോയപ്പോഴത്തേക്കും വിനീത് ശ്രീനിവാസനും ഷാൻ റഹ്മാനും കൂടെ വന്നിട്ട് കുറച്ച് സംഭവങ്ങൾ അടിക്കും. അത് തിയേറ്ററിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അത് ഇടക്കിടക്കുണ്ട്. ആ ഇടക്കിടക്കുള്ള സാധനം വമ്പനോളമായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തിയേറ്റർ മൊമെന്റ്സ് കിട്ടിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിനീത് ശ്രീനിവാസന്റെയും ഷാൻ റഹ്മാന്റെയും കുറച്ച് ഐറ്റംസ് ആണ്. അതെനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നിയ ഒരു സാധനമാണ്. പിന്നെ പടത്തിന്റെ തുടക്കം മുതൽ പറയാനാണെന്നുണ്ടെങ്കിൽ കഥ പറയാൻ വേണ്ടി പോലെ കേട്ടോ, ബേസിൽ അത്യാവശ്യം നല്ല പണി എടുത്തിട്ടുണ്ട്. കാരണം ബേസിലിന്റെ ബോഡിയിലാണെങ്കിൽ തന്നെയും ആ ഒരു കോളേജ് പയ്യൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു 10-20-25 വയസ്സുള്ള ഒരു കോളേജ് പയ്യൻ, അതായത് 4th ഇയറിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും 10-24 വയസ്സാവുമല്ലേ. ബേസിൽ 2 വർഷം ഇയർ ബാക്ക് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ 24 വയസ്സ് കൂട്ടാം. അപ്പോൾ ആ ഒരു ഏജ് ഒക്കെ ബേസിൽ കൃത്യമായിട്ട് പുള്ളിയുടെ ബോഡിയിൽ പിടിച്ചിട്ടുണ്ട്. അത് കൊള്ളാം. ആ സാധനം നമുക്ക് ഭയങ്കരമായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഒരു കോളേജ് വൈബ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കോളേജ് പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ കോളേജിൽ കാണിച്ചു കൂട്ടിയ കുറെ പിറപ്പുണ്ട്. ആ പിറപ്പും ആ വൈബ് സാധനം നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അത് കൊള്ളാം. ഈ ഒരു പടത്തിനകത്ത് സാധാരണ നമ്മൾ എപ്പോഴും കോളേജ് എന്ന് പറയുമ്പോഴത്തേക്കും കോളേജിലെ പഠനം, മറ്റേത് മറിച്ചത്, പ്രേമം, ഈ സാധനത്തിൽ നിന്ന് മാറിയിട്ട് ഒരു ഫെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് പടം പോകുന്നത്. അത് ട്രെയിലർ നമുക്ക് ഏകദേശം വ്യക്തമാണ്. അപ്പൊ ആ മീറ്റർ പിടിച്ച പടം മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ബേസിലെ പെർഫോമൻസ് കൊള്ളാം, റിയയുടെ പെർഫോമൻസ് കൊള്ളാം. ബേസിലെ ഫ്രണ്ട്സ് ആയിട്ട് കുറച്ച് ആൾക്കാരുണ്ട്, അവർ നൈസായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പെർഫോമൻസ് നമ്മൾ അത്യാവശ്യം കോമഡി ഉണ്ട്, നമുക്ക് ചിരിക്കാനുള്ള വകുപ്പുണ്ട്, കോളേജിന് വൈബ് ഉണ്ട്. പ്രത്യേകിച്ച് ജെൻസി പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം കൊള്ളാം. പടം മുന്നോട്ട് പോകുമ്പോഴത്തേക്കും പിന്നെ ഒരു ടോവിനോട് എൻട്രി വരുന്നു. അപ്പോൾ ടോവിനോയ്ക്ക് കൊടുത്തേക്കുന്ന ഒരു കുറച്ച് സാധനങ്ങളുണ്ട്, അതും കൊള്ളാം. നമ്മുടെ ഷെൽവിന്റെ പരിപാടി, ഷെൽവിൻ ജെയിംസ് ആണ് ഇതിനകത്ത് കൂട്ടുകാരനായിട്ട് ഇരിക്കുന്നത്. ഷെൽവിന്റെ പരിപാടി അത്യാവശ്യം നന്നാണ്. ഷെൽവിന്റെ റീൽസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ടോവിനോ വരുന്നു, ടോവിനൊക്കെ കൊടുക്കുന്ന ആ ഒരു സാധനം അത് നൈസാണ്. എനിക്കതും പേഴ്സണലി വർക്കായി. ഇന്റർവെൽ ആയപ്പോഴത്തേക്കും ഒരു കോൺഫ്ലിക്റ്റ് ഇവിടെ ആരംഭിക്കുന്നുണ്ട്. ഇവിടെ മുതൽ ഈ കോൺഫ്ലിക്റ്റ് ആരംഭിച്ച മുതൽ അപ്പം ടോവിനോയുടെ മീറ്ററും പക്കയാണ്. ടോവിനോ സാധാരണ ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും പിടിക്കുന്ന മീറ്ററിൽ നിന്ന് കുറച്ചങ്ങോട്ട് മാറിയിട്ടൊരു മീറ്റർ പിടിച്ചപ്പോഴത്തേക്കും അതും നമുക്ക് കൊള്ളാം. ഒരു ട്രിവാൻഡ്രം സ്ലാങ് ഒക്കെ പിടിക്കുന്നുണ്ട്. അതും ടോവി മോശമല്ലാണ്ടൊക്കെ അതും ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ കോൺഫ്ലിക്റ്റിലേക്ക് വന്നപ്പോഴത്തേക്കും ഈ കോൺഫ്ലിക്റ്റ് അതാണ് പടത്തിന്റെ പീക്ക് എന്ന് പറഞ്ഞ് ഈ പീക്ക് പരിപാടി അത്ര വർക്കായില്ല. അവിടെയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് മാത്രം പേഴ്സണലി ഞാൻ എൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്, മറ്റുള്ള ആൾക്കാർക്ക് ശരിയാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അവിടെ എനിക്ക് ആ കോൺഫ്ലിക്റ്റ് പടത്തിന്റെ രണ്ടുപേർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ഈഗോ ക്ലാഷ്, ഒരു കോൺഫ്ലിക്റ്റ് അതങ്ങോട്ട് ഏറ്റില്ല. സോങ് വെച്ച് മ്യൂസിക് വെച്ചൊക്കെ ഒരു കുറച്ച് സാധനങ്ങളൊക്കെ പടത്തിൽ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. അതും എനിക്ക് അത്ര അങ്ങോട്ട് വർക്കായില്ല. ഒരു മെയിൻ സാധനമുണ്ട് പടത്തിന്റെ, ഒരു സോങ് ഉണ്ട്. ഒരു സോങ്ങിൽ പിടിച്ചിട്ട് ഇവർ കുറച്ച് പരിപാടി ചെയ്യുന്നുണ്ട്. ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേക്കും ആ സോങ്ങിന്റെ ബേസിലാണ് പടം മൊത്തത്തിൽ അങ്ങ് ഷിഫ്റ്റ് ചെയ്ത് പടം എൻഡ് ചെയ്യുന്നത്. അതും എന്തോ എനിക്ക് അത്രക്ക് അങ്ങോട്ട് അതങ്ങോട്ട് വർക്കായില്ല. പേഴ്സണലി എൻ്റെ ഒപ്പീനിയനാണ്. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് അവിടെ ആ കോൺഫ്ലിക്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് പ്രഡിക്റ്റബിളാണ്. പിന്നെ പടം എങ്ങനെ മുന്നോട്ട് പോകുന്നു, പടം എങ്ങനെ അവസാനിക്കുമെന്നും ഈ സോങ്ങിന്റെ ഒരു പരിപാടി വെച്ചിട്ടുണ്ട്. ആ സോങ്ങിന്റെ പരിപാടി ലാസ്റ്റ് എന്താവും എന്നൊക്കെ ഏകദേശം നമുക്ക് ഊഹിക്കാം. ഈ പടം കാണുന്ന സമയത്ത് നമ്മുടെ ഊഹത്തിനനുസരിച്ച് ആ പടം പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ത്രില്ലില്ല. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്.
ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കണ്ടോണ്ടിരുന്ന ഒരു വൈബും കോളേജ് ഒരു രസമൊക്കെ പോയിട്ട് പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് പോയപ്പോഴത്തേക്കും ഈ ഒരു ഫെസ്റ്റിലേക്ക് മാത്രം ഇങ്ങനെ ഒതുങ്ങുക. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല പടത്തിൽ. മെയിൻ പ്രോബ്ലം ആയിട്ട് പേഴ്സണൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഈ ഫെസ്റ്റ് എന്ന് പറയുന്ന സാധനത്തിൽ ഇങ്ങനെ ഒതുക്കിയിട്ടിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പിന്നെ പോണില്ല. പിന്നെ പടത്തിൽ നമ്മൾ ഇതിൻ്റെ നമുക്കറിയാം ഈ പടം ഇപ്പം ഇങ്ങനെയാണ് അവസാനിക്കാൻ വേണ്ടി പോകുന്നത്, ബേസിൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ടോവിനോയ്ക്ക് എന്ത് സംഭവിക്കും, വിനീത് ശ്രീനിവാസൻ എന്ത് ചെയ്യും, ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പടം പിന്നെ പോകുന്നുണ്ട്. പക്ഷെ അപ്പോഴും പടത്തിന്റെ എന്റർടൈൻമെന്റ് വാല്യൂ താണു പോകുന്നില്ല. കാരണം അപ്പുറത്ത് ഷാൻ റഹ്മാൻ സ്കോർ ചെയ്യുന്നുണ്ട്, വിനീത് ശ്രീനിവാസൻ സ്കോർ ചെയ്യുന്നുണ്ട്, ക്യാമിയോ ഒക്കെ കിട്ടിയത് റെസ്പോൺസിന്റെ അമ്മോ. ക്യാമിയോ പടത്തിൽ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, തുടക്കത്തിൽ ഞാൻ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് കിട്ടിയ റെസ്പോൺസ് തിയേറ്ററിൽ തീയായിരുന്നു ആ ക്യാമിയോ കിട്ടിയ റെസ്പോൺസ്. ടോവിനോടെ എൻട്രി അതും കിടു എൻട്രി ആയിരുന്നു, ബേസിലിന്റെ പരിപാടിക്കും. പക്ഷെ ഈ ക്യാമിയോക്ക് കിട്ടിയ ഒരു കൈയടി ആർപ്പുളി എന്ന് പറയുന്നത് ഇതിനേക്കാളൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു സാധനമായിരുന്നു. ഇനി ഞാൻ പിന്നെ ഈ പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് പിന്നെ വീണ്ടും ഇപ്പം ചോദിക്കുന്നു ഈ നെഗറ്റീവ് ആണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് പോസിറ്റീവിലേക്ക് തന്നെ തിരിച്ചു വരാം. ഈ ടോവിനോടെ പരിപാടിയെ പറ്റി പറയുമ്പോഴത്തേക്കുണ്ടല്ലോ, ഓൾറെഡി ബേസിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോവിൻ ഈ പടത്തിലൊരു വില്ലൻ പരിപാടിയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഈ വില്ലൻ പരിപാടി എന്ന് പറയുമ്പോഴത്തേക്കും ഈ ടോവിനോ ഒരു ഈഗോ ആണ് ഇവിടുത്തെ മെയിൻ. ഒരു വില്ലനിസത്തിലേക്ക് പോകുന്നൊരു ഈഗോ കാരണമാണ്. അപ്പൊ ഈ ഈഗോ പിടിച്ച് ടോവിനോക്ക് ഇന്റർവ്യൂ സമയത്ത് കൊടുക്കുന്ന ഒരു സാധനമുണ്ട്. ടോവിനോ ആര് എന്ത് എന്നൊക്കെ പറയുന്നൊരു എലിവേഷൻ ഉണ്ട്. അത് അത്യാവശ്യം നമുക്ക് കൺവിൻസ്ഡ് ആണ്. അത് കഴിഞ്ഞ് പിന്നീട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും പിന്നെ ഇങ്ങോട്ടൊരു മാതിരി ടോമാഞ്ചറി കളി പോലെ ആ എലിവേഷൻ കൊടുത്ത സാധനമല്ല പിന്നെ കാണുന്നത്. വീണ്ടും നെഗറ്റീവ് ആണല്ലോ ഞാൻ പറയുന്നത്, അല്ലാത്ത ഇത് പറഞ്ഞു തീർക്കാം. അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചപ്രി സാധനമാണ് പിന്നെ. അതായത് ഈ വലിയ പരിപാടിയൊന്നും ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നുകൊണ്ട് നമ്മൾ ഊഹിക്കുന്ന ആ ഇട്ടാവട്ടത്ത് കാണിക്കാൻ പറ്റുന്ന ഈ ഫെസ്റ്റിനിടയിൽ കാണിക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് കാണിക്കും. അതിനിടയിൽ ചെറിയ ചെറിയ കോമഡി അവിടെ ഇവിടെ ആയിട്ടൊക്കെ എടുത്ത് ഷാൻ റഹ്മാൻ അടിക്കും, അല്ലെങ്കിൽ വിനീത് ശ്രീനിവാസൻ അടിക്കും. ഈ ഓളത്തിൽ അങ്ങനെ പോകുന്നുണ്ട്. പടത്തിന്റെ ഫൈറ്റ് ആണെങ്കിൽ തന്നെ നമുക്കൊരു നമ്മളുമായിട്ട് നമുക്കങ്ങോട്ട് ഇഷ്ടം തോന്നുന്നൊരു ഓർത്തു വെക്കാൻ പറ്റുന്ന ഫൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ അവിടെ രജിസ്റ്റേർഡ് ആയിട്ടില്ല എന്നുള്ളതാണ്. ടോവിയുടെ കഥാപാത്രത്തിന് ഇന്റർവെൽ സമയത്ത് കൊടുത്ത ഒരു ഹൈപ്പ് പിന്നീട് നമുക്ക് സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോഴത്തേക്കും പിന്നെ എന്തൊക്കെയോ ഇങ്ങോട്ട് വരിക. ഞാൻ പറഞ്ഞില്ല, പിന്നെ ചപ്രിയാണ്, എല്ലാം ചപ്രി പരിപാടീസാണ് പിന്നെ ഇവിടെ അവർ കാണിച്ച് കൂട്ടുന്നത്. അത് നമുക്കൊന്നും വർക്കല്ല. അതാണെങ്കിൽ നമുക്ക് ഭയങ്കര പ്രിഡിക്റ്റബിൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇപ്പം എന്ത് സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും. പിന്നെ ഈ മറ്റേ എഞ്ചിനീയറിംഗ് പിള്ളേരാണെന്ന് പറഞ്ഞിട്ട് നേരെ പോയിട്ട് ഹെലിക്കാൻ പറത്തി ആളെ കണ്ടുപിടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ സാധനമൊക്കെ എന്നൊക്കെ പറയുന്നത് നമുക്കത് അതൊക്കെ കുറെ കണ്ടല്ലേ. അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വേണ്ടതെന്ന് നമ്മൾ കണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് തോന്നിപ്പോകും. പിന്നെ ഇതിനകത്ത് റിയ ഷിബു, റിയാണെങ്കിൽ തന്നെ സർവ്വമായുടെ ഒരു ഹൈപ്പിൽ റിയൻ ഇതിനകത്ത് നായികയാക്കുന്നത്. റിയയുടെ പെർഫോമൻസ് നമുക്കിതിനകത്ത് സർവ്വമായ പോലെ ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണെന്ന് വെച്ചാൽ റിയക്ക് അത്രയുള്ള സ്പേസ് ഒന്നും ഇല്ല. റിയക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോളേജ് പരിപാടി റിയ നല്ല വെടിപ്പായിട്ട് അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ആ ഒരു ട്രാക്ക് ഉണ്ട്, ഒരു ലവ് ട്രാക്ക് ഉണ്ട്. ആ ലവ് ട്രാക്ക് നമ്മളുമായിട്ട് വലിയ കണക്ഷനിലേക്ക് സംഭവം എത്തുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഓവറോൾ നമ്മൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും പടം മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു എന്റർടൈൻമെന്റ് പരിപാടി ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും കൊണ്ട് വെക്കും. അത് പടത്തിന്റെ ഡയറക്ടറിന്റെ ഒരു കഴിവാണ്. കാരണം പടം ഇങ്ങനെ താന്നു പോകുമ്പോഴും ഒരു എന്റർടൈൻമെന്റ് നമ്മുടെ മുന്നിലേക്ക് അവിടെ ഇവിടെ ആയിട്ടൊക്കെ പെറുക്കി എടുത്ത് വെക്കുന്നുണ്ട്. അവിടെ നമ്മൾ തിയേറ്ററിൽ ഇരിക്കുമ്പോഴത്തേക്കും വലിയ മടുപ്പിലേക്ക് നമ്മൾ പോകത്തില്ല. ഈ മടുപ്പ് നമുക്ക് കുറവാക്കാനായിട്ടുള്ള പരമാവധി എഫേർട്ട് അവർ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ മടുപ്പ് കുറവാക്കുന്ന പരിപാടി ആ എഫേർട്ടിലൂടെ നമ്മൾ പരിഹരിച്ച സമയത്ത് കുറച്ചുകൂടെ സ്ക്രിപ്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ഈഗോ ക്ലാഷിന്റെ പരിപാടി കുറച്ചുകൂടെ നടത്തിയിരുന്നെങ്കിൽ നമുക്കൊരു രസം തോന്നിയേനെ കുറച്ചുകൂടെയൊക്കെ. വിനീത് ശ്രീനിവാസന്റെ പരിപാടിയൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മൾ പ്രതീക്ഷിച്ചൊരു സാധനം ഉണ്ടായിരുന്നു. അതൊന്നും അല്ലാതെ ആസ് യൂഷ്വൽ ഒരു ക്ലീഷിയ പരിപാടിയിലേക്ക് വന്നപ്പോഴത്തേക്കും നമുക്ക് എന്തോ ഈ കോളേജിലെ പഴയൊരു ബാക്ക് സ്റ്റോറി, ആ ബാക്ക് സ്റ്റോറിയിൽ ഉണ്ടാകുന്ന പിന്നെ ദർശന ഇപ്പോൾ ഈ റീസെന്റ് ഇറങ്ങുന്ന എല്ലാ പടത്തിലും വരും മരിക്കും പോവും ആ ഒരു രീതിയാണ്. അപ്പോൾ നമുക്കിത് വരുമ്പോഴേ നമുക്ക് ഊഹിക്കാം ഇതിപ്പോൾ വണ്ടി ഇടിച്ച് മരിക്കുമോ. ആദ്യം ഞാൻ വിചാരിച്ചത് വണ്ടി ഇടിച്ച് മരിക്കും എന്നുള്ളതാണ് വിചാരിച്ചത്. പിന്നീടാണ് മനസ്സിലായത് അത് അങ്ങനെയല്ല, ഇങ്ങനെ മരണമാണെന്നൊക്കെ മനസ്സിലായത്. ഓക്കെ, അതൊക്കെ ഏതെങ്കിലും കോളേജിൽ നടന്നിട്ടുള്ള സംഭവം വെച്ചിട്ട് നമ്മളോട് കണക്ട് ചെയ്യാൻ നോക്കിയായിരിക്കും. പക്ഷെ ആ കണക്ഷൻ നമ്മളിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പല ക്യാരക്ടേഴ്സ് നമ്മളുമായിട്ട് അത്ര കണക്ട് ആയില്ല. 1-2 ക്യാരക്ടർ, ഇപ്പോൾ അപ്പോൾ കണക്ട് ആകുന്ന ക്യാരക്ടർ 4 ക്യാരക്ടറോ അല്ല 5 ക്യാരക്ടർ കണക്ട് ആവുന്നുള്ളൂ. ബേസിലിന്റെ ക്യാരക്ടർ ഒരു ഇമോഷണൽ ട്രാക്ക് ഉണ്ട് പടത്തിൽ. ആ ഇമോഷണൽ ട്രാക്കൊന്നും പേഴ്സണലി എനിക്കുമായിട്ടൊരു കണക്ഷൻ വന്നില്ല. ബേസിലിന്റെ ക്യാരക്ടർ ഓക്കെ, ടോവിനോയുടെ ക്യാരക്ടർ ഓക്കെ, വിനീത് ശ്രീനിവാസന്റെ ക്യാരക്ടർ ഓക്കെ, ഷാൻ റഹ്മാന്റെ ക്യാരക്ടർ ഓക്കെ, ഷെൽവിന്റെ ക്യാരക്ടർ ഓക്കെ. ഇതിനപ്പുറത്തേക്ക് വേറൊരു ക്യാരക്ടർ നമ്മളിലേക്ക് എത്തി
അത് നമുക്ക് ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ട് മാറിയിട്ടില്ല. പിന്നെ പടത്തിൻ്റെ മ്യൂസിക് ആണെങ്കിലും സ്കോറൊക്കെ ഓക്കെയാണ്, പക്ഷേ ഈ പടത്തിൻ്റെ സോങ് വെച്ചിട്ടുള്ള പരിപാടിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ സോങ് വെച്ചിട്ടുള്ള പരിപാടിയാണെങ്കിൽ നമ്മളിലേക്ക് അത് രജിസ്റ്റേർഡ് ആകാത്തത് ഭയങ്കര ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും ടോവിനോയുടെ ക്യാരക്ടർ എന്താണ്ടൊക്കെയാണ് ആകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആസ് എ ടോവി ഫാൻ അതിൽ ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണ്. ഓക്കെ, പക്ഷേ ഇത്രയൊക്കെ ആണെങ്കിലും ശരി, നിങ്ങൾ പടം തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മടുപ്പുളവാകത്തില്ല. അതായത് നിങ്ങളൊരു ഫ്രണ്ട്സും ഗ്യാങ്ങുമായിട്ടൊക്കെ പോയി പടം കണ്ടു കഴിഞ്ഞാൽ കൈയടിക്കാനുള്ള കുറേ പരിപാടീസ് ഉണ്ട്, കുറച്ച് നമുക്ക് ചിരിക്കാനുള്ള പരിപാടീസ് ഉണ്ട്. ഗൂസ് ബംസ് ഉണ്ടെന്നൊന്നും ഞാൻ ഒരുപാട് പറയുന്നില്ല, എന്നാലും നമുക്കൊരു രസമൊക്കെ തോന്നും. അങ്ങനെ ഒരു ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് പടം കണ്ടു കഴിഞ്ഞാൽ ഇറ്റ്സ് നൈസ്, നമുക്ക് വർക്കാവും. പേഴ്സണലി എനിക്കൊരു ഓക്കെ പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു ഓക്കേഷ് എൻ്റർടൈൻമെൻറ്റ്. അതിനപ്പുറത്തേക്ക് ഗംഭീര പടം, സൂപ്പർ പടം എന്നുള്ളൊരു ടാഗ് ലൈൻ എനിക്ക് കൊടുക്കാനായിട്ട് പേഴ്സണലി തോന്നുന്നില്ല. എന്തായാലും പടം നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണുക. പടം നിങ്ങളെ നിരാശപ്പെടുത്താതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ പടം പോയി കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് പറയുക. വേറെ ആൾക്കാരും പടം പോയി കാണട്ടെ. ഓക്കെ.